അഴിമതിക്കെതിരായ CBI അന്വേഷണങ്ങളെ നിയമക്കുരുക്കിലാക്കി സർക്കാർ. ലൈഫ് മിഷൻ കോഴക്കേസിൽ CBI FIR-നെതിരായ ലൈഫ് മിഷൻ അപ്പീൽ സുപ്രീം കോടതിയിലുള്ളതിനാൽ അന്വേഷണം പൂർത്തിയായിട്ടും CBIക്ക് കുറ്റപത്രം സമർപ്പിക്കാനായിട്ടില്ല. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഒരുങ്ങുമ്പോഴാണ് മറ്റു കേസുകളിൽ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും നിയമ തടസ്സങ്ങളുണ്ടാക്കുന്നത്. ലൈഫ് മിഷൻ ഭവന പദ്ധതിക്കുള്ള സംഭാവന കൈപ്പറ്റിയതിൽ FCRA ലംഘനമുണ്ടെന്നും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ അഴിമതികളുണ്ടെന്നും കണ്ടെത്തിയായിരുന്നു CBI അന്വേഷണം ഏറ്റെടുത്തിരുന്നത്. പദ്ധതിയിൽ അഴിമതിയാണെന്നും CBI കണ്ടെത്തിയിരുന്നു. ലൈഫ് മിഷൻ യൂണിടാക് MD സന്തോഷ് ഈപ്പന്റെ കമ്പനികൾ സ്വപ്ന സുരേഷ്, സരിത്ത്, സന്ദീപ് എന്നിവരെ പ്രതികളാക്കിയായിരുന്നു CBI കേസ്. എന്നാൽ FCRA ലംഘനം ഉണ്ടായിട്ടില്ലെന്നും പണം നേരിട്ട് വാങ്ങിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി ലൈഫ് മിഷനും തന്നെ പ്രതിയേർക്കാൻ മതിയായ കുറ്റങ്ങളും തെളിവുകളുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സന്തോഷ് ഈപ്പനും ഹൈക്കോടതിയെയും CBIക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കിയതോടെ സുപ്രീം കോടതിയിലും അപ്പീൽ പോവുകയായിരുന്നു. ഇതിനിടെ പലവട്ടം തടസ്സപ്പെട്ട അന്വേഷണം CBI പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ CBIക്ക് കുറ്റപത്രം സമർപ്പിക്കാനാകില്ല. ഇത്തരത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന കേസുകളിൽ അന്വേഷണ ഏജൻസികളെ സർക്കാരോ അനുബന്ധ സ്ഥാപനങ്ങളോ നിയമക്കുരുക്കിലാക്കുകയാണ് പതിവ്. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ ഹൈക്കോടതി ഉത്തരവനുസരിച്ച് അന്വേഷണത്തിനൊരുങ്ങുന്ന CBIക്ക് മുന്നിൽ ഇത്തരം തടസ്സങ്ങൾ ഏറെയുണ്ടാകും. ജനം, കൊച്ചി.